സോ ഗൈസ്, ഫൈറ്റ് ക്ലബ് ഫൈനലി റിലീസ് ആയിട്ടുണ്ട്. അബ്ബാസ് എ റഹ്മത്താണ് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ. ഡെബ്യൂട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൂവി കാണാൻ കാരണം അതൊന്നുമല്ല. ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ജി സ്ക്വാഡ്. യെസ്, ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ജി സ്ക്വാഡ് ആണ് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Hello guys, it's Jovan and you know what time it is? Disco time! ആൻഡ് ഐ എം ആൾസോ എ ഫാൻ ഓഫ് വിജയ് കുമാർ. ഉറിയടി വിജയ് കുമാർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുള്ളിയുടെ ഉറിയടി എന്ന മൂവി ഇപ്പോഴും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ്. ഫൈറ്റ് ക്ലബിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസിക്കലി ഇറ്റ്സ് ആൻ ആവറേജ് മൂവി വിത്ത് എ ബ്രില്യൻറ്റ് എഡിറ്റ്. സിനിമയുടെ മേക്കിംഗ് അത്രയും ഗ്രൗണ്ടഡ് ആണ്. നമ്മുടെ മദ്രാസും വടച്ചേനയും ഒക്കെ കാണുന്നൊരു വൈബാണ്. പക്ഷെ ഒരിക്കലും അത്തരം സിനിമകളോട് കോമ്പീറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിയില്ല. കാരണം ഏത് ജോണറായാലും ഇമോഷണൽ കണക്ഷൻ എന്നൊരു സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ സിനിമയെ മികച്ചൊരു സിനിമയായി അംഗീകരിക്കാനാവില്ല. ഇതിലെവിടെയൊക്കെയോ ആ ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടിയില്ല. അതെല്ലാം ഓക്കെ, പക്ഷേ ഈ സിനിമ നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് എന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ കോണ്ടന്റ് ആണ്. കോണ്ടന്റ് വൈസ് റിച്ച് ആണ് ഈ ഒരു സിനിമ. എന്താണോ ഈ ഫിലിം മേക്കേഴ്സ് പറയാൻ ഉദ്ദേശിച്ചത് അത് കറക്റ്റായി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് വന്നത് മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി ആയിരുന്നു ഇത്. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ലൊരു നിയോനോർ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തിയേറ്ററിലേക്ക് വിട്ടോളൂ. കേരളത്തിൽ സ്ക്രീൻസ് വളരെ കുറവാണ്, പക്ഷേ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കൂടിക്കോളും. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ